പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുന്നേ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗർഭകാലത്തെ ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കേണ്ട പരിചരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക, സാധാരണ ഭക്ഷണത്തേക്കാൾ അധിക ഭക്ഷണം കഴിക്കുക, അയഡിൻ ചേർന്ന ഉപ്പ് മാത്രം ഉപയോഗിക്കുക, രാത്രിയിലുള്ള 8 മണിക്കൂർ ഉറക്കത്തിന് പുറമെ പകൽ 2 മണിക്കൂർ വിശ്രമിക്കുക അല്ലെങ്കിൽ ഉറങ്ങുക. ഇനി ഗർഭകാലത്തെ അപകട സൂചനകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കത്തിൽ പ്രതീക്ഷിക്കുന്ന വ്യതിയാനം സംഭവിക്കുന്നില്ല, BP കൂടുന്നു, മൂത്രത്തിൽ ആൽബുമിന്റെ സാന്നിധ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ്, വിളർച്ച, കാലിൽ നീര്, ജന്നി, പ്രതീക്ഷിത പ്രസവ തീയതിക്ക് ശേഷവും പ്രസവ വേദന ഇല്ലാത്തത്, പിന്നീട് രക്തസ്രാവം. ഇതൊക്കെയാണ് ഗർഭകാലത്തെ അപകട സൂചനകളും പരിചരണവും. ഇനി ക്രമങ്ങൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാലും ധാരാളം ധാന്യം, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയും ആവശ്യത്തിന് മത്സ്യം, മാംസം, പാൽ, മുട്ട എന്നിവയും അന്നജത്തോടൊപ്പം ചെറിയ അളവിൽ ദിവസവും പല തവണകളായി കഴിക്കുന്നതാണ് ഗർഭകാലത്ത് ഉത്തമം. ശർക്കര, കുവരക് അതായത് കപ്പന്നപ്പുല്ല് എന്നിവ കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നീട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ധാരാളമായി കുടിക്കുക. ഇനി വ്യായാമം ചെയ്യരുതെന്ന് ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഗർഭിണികൾക്ക് ചെറിയ തോതിലുള്ള വ്യായാമം, വീട്ടുജോലികൾ, മുറ്റമടിക്കൽ തുടങ്ങിയവ ഗർഭകാലത്ത് ചെയ്യാവുന്നതാണ്. ഇനി സുരക്ഷിതമായ പ്രസവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സാധാരണ പ്രസവം കൊണ്ടുള്ള മെച്ചങ്ങൾ: അധികം രക്തം നഷ്ടമാകുന്നില്ല, അനസ്തേഷ്യയും ഓപ്പറേഷനും ആവശ്യമില്ല, അമ്മയ്ക്കും കുഞ്ഞിനും തികച്ചും സുരക്ഷിതവും ആരോഗ്യകരവുമാണ്, അമ്മമാർക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാവുന്നതാണ്. സിസേറിയൻ എപ്പോഴും ഡോക്ടറുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗർഭിണികളെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.